അധ്യായം 17. ഇനി നീ രക്ഷപ്പെടില്ല. നീലിമയുടെ വീടിന് മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് വാസുദേവൻ അമ്പരന്നുപോയി. അത് പോലീസ് ഉദ്യോഗസ്ഥൻ സദാശിവനായിരുന്നു. അയാളെ കണ്ട വാസുദേവൻ ഒന്ന് പരുങ്ങി. പക്ഷെ അയാളത് പുറത്ത് കാണിക്കാതെ ചോദിച്ചു, എന്താ സാർ ഇവിടെ? ഇവിടെ വേറെ ആരില്ലേ? സദാശിവൻ ചോദിച്ചു. അത് മുറിയിലിരുന്ന് നീലിമ കേൾക്കുന്നുണ്ടായിരുന്നു. സദാശിവനെ സിദ്ധാർത്ഥായിരിക്കാം അവിടേക്ക് പറഞ്ഞു വിട്ടതെന്ന് ചിന്തിച്ചപ്പോൾ അവൾക്ക് അല്പം ധൈര്യം തോന്നി. നീലിമ ഉടനെ ബോഡി ഗാർഡിനെ തള്ളി മാറ്റി മുന്നോട്ട് ഓടി. അവർക്ക് തടയാൻ കഴിയും മുമ്പേ അവൾ വരാന്തയിൽ എത്തിയിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ ഓടി വന്ന് അവളെ കണ്ടു നോക്കി. സാർ, ഇയാൾ എന്നെയും മോനെയും കൊല്ലാൻ നോക്കുക, ഞങ്ങളെ രക്ഷിക്കണം സാർ, നീലിമ കരഞ്ഞു പറഞ്ഞു. അത് കേട്ട സദാശിവൻ വാസുദേവനെ രൂക്ഷമായി നോക്കി. അയ്യോ സാർ, ഇവള് വെറുതെ പറയുന്നതാ, എന്റെ മോളെ വിളു, ഞാൻ എന്തിനാ അവളെ ദ്രോഹിക്കണം? വാസുദേവൻ ചോദിച്ചു. അത് കേട്ട നീലിമ അയാളെ പുച്ഛത്തോടെ നോക്കി. എന്നിട്ട് സദാശിവനോട് പറഞ്ഞു, സാർ, സത്യമാണ് ഞാൻ പറയുന്നത്, എന്റെ മോനെ ഇവര് അകത്ത് കത്തി ചൂണ്ടിക്കാണിച്ച് നിർത്തിയിരിക്കുക. നീലിമ പറഞ്ഞു. അത് കേട്ട് സദാശിവൻ ഉടനെ മറ്റു പോലീസുകാർക്കൊപ്പം അകത്തേക്ക് കയറി. മുറിയിൽ പശുവിനെ കെട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ അയാൾക്ക് നീലിമ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് മനസ്സിലായി. അയാൾ ഉടനെ വാസുദേവന്റെ നേർക്ക് തിരിഞ്ഞു. എന്താ സാർ ഇത്? അയാൾ ചോദിച്ചു. സാർ, ഞാനൊന്നും ചെയ്തിട്ടില്ല, വാസുദേവൻ പറഞ്ഞു. അപ്പോ ഞാൻ ഈ കണ്ടതൊക്കെ എന്താ? സദാശിവൻ ചോദിച്ചു. അതിന് വാസുദേവൻ മറുപടി പറഞ്ഞില്ല. അപ്പോൾ സദാശിവൻ തുടർന്നു. സാറിനെ എനിക്കറിയാവുന്നത് കൊണ്ട് ഞാനിത് കേസാക്കുന്നില്ല, പക്ഷേ ഇനി ഇത് ആവർത്തിക്കരുത്. സാറ് പോവാൻ നോക്ക്, സദാശിവൻ പറഞ്ഞു. താനാകെ നാണം കെട്ടു പോയതുപോലെ വാസുദേവന് തോന്നി. അയാൾ തല കുനിച്ച് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. നീലിമയ്ക്ക് അപ്പോഴാണ് സമാധാനമായത്. അശ്വിൻ ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവൾക്ക് കുഞ്ഞിനെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നും അറിയില്ലായിരുന്നു. കുട്ടി പേടിക്കണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി, സദാശിവൻ കാർഡെടുത്ത് നീട്ടിയിട്ട് അവളോട് പറഞ്ഞു. ശരി സാർ. നീലിമ കാർഡ് വാങ്ങി. പോലീസുകാർ ഉടനെ അവിടെ നിന്ന് ഇറങ്ങി. അശ്വിൻ കരച്ചിൽ നിർത്തിയില്ല. അവൾ അശ്വിനെ എടുത്തുകൊണ്ട് നടന്നു. പക്ഷേ കുഞ്ഞു കരച്ചിൽ നിർത്തുന്നില്ല. അച്ചു, കരയാതെ മോനെ, നീലിമ അവന്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ അശ്വിൻ വിരുമ്പിക്കൊണ്ടേയിരുന്നു. അപ്പോൾ നീലിമയ്ക്ക് സിദ്ധാർത്ഥ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അല്പം ആശ്വാസമാവുമായിരുന്നു എന്ന് തോന്നി. അവൾ വെറുതെ റോഡിലേക്ക് നോക്കി. അപ്പോൾ ഗേറ്റിന് വെളിയിൽ സിദ്ധാർത്ഥ് അവന്റെ കാറിൽ ചാരി നിന്നു. അവരെ നോക്കുന്നുണ്ടായിരുന്നു. നീലിമ അവനെ കണ്ടു പുഞ്ചിരിച്ചു. സിദ്ധാർത്ഥ് അവിടേക്ക് നടന്നു വന്നു. സിദ്ധാർത്ഥിനെ കണ്ട അശ്വിൻ ഉടനെ അമ്മയുടെ കയ്യിൽ നിന്ന് ഇറങ്ങി വന്നു സിദ്ധാർത്ഥിനെ കെട്ടിപ്പിടിച്ചു. അവന്റെ കുഞ്ഞു കൈകൾ ചേർത്ത് പിടിച്ച സിദ്ധാർത്ഥ് അവനെ എടുത്തുയർത്തി. ഡാഡി, അയാൾ കത്തി കാണിച്ചു കൊല്ലാൻ നോക്കി, അശ്വിൻ വിതുമ്പലോട് പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥിന് വാസുദേവനെ കൊല്ലാനുള്ള അത്രയും ദേഷ്യം തോന്നി. അച്ഛൻ പേടിക്കണ്ട, ഇനി ആരും ഇവിടേക്ക് വരില്ല, സിദ്ധാർത്ഥ് പറഞ്ഞു. അത് കേട്ടപ്പോൾ അശ്വിന് സമാധാനം തോന്നി. സിദ്ധാർത്ഥ് എന്തു പറഞ്ഞാലും അവന് വിശ്വാസമാണ്. തന്റെ മകൻ അയാളിൽ വെച്ചിരിക്കുന്ന വിശ്വാസം നോക്കി കാണുകയായിരുന്നു നീലിമ. അവൾക്ക് അവരെ അപ്പോൾ തടയാൻ തോന്നിയില്ല. പേടിക്കണ്ട, ഇനി ആരും വരില്ല, സിദ്ധാർത്ഥ് നീലിമയെ നോക്കി പറഞ്ഞു. ഒരുപാട് നന്ദിയുണ്ട്, നീലിമ തൊഴുതുകൊണ്ട് പറഞ്ഞു. സിദ്ധാർത്ഥ് അത് കണ്ട് ആകെ വല്ലാതെയായി. ഏയ്, തോന്നൊന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം ആലോചിച്ചോ? സിദ്ധാർത്ഥ് ചോദിച്ചു. ആലോചിക്കാൻ സമയം കിട്ടിയില്ല, നീലിമ പറഞ്ഞു. ഹോ, ഇയാൾക്ക് എത്ര മാസം സമയം വേണം? സിദ്ധാർത്ഥ് ചോദിച്ചു. നീലിമ അതിന് മറുപടി പറയാതെ അയാളെ നോക്കി. അപ്പോൾ അശ്വിൻ അവരെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. സാർ, ഇങ്ങനെ ഒരു പേരിനൊരു വിവാഹം എന്നൊക്കെ പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്കിത്തിരി ബുദ്ധിമുട്ടാണ്. വിദേശത്ത് പോയി വന്നേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും പഴയ ആള് തന്നെയാ. പക്ഷേ അശ്വിന് നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് പറയാനും പറ്റുന്നില്ല. സത്യത്തില് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, നീലിമ നിസ്സഹായതയോട് പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥ് ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, ശരി, നീലിമക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. ഇതങ്ങനെ നിർബന്ധിക്കേണ്ട വിഷയമല്ലല്ലോ, സോ അത് മറന്നേക്കും. ശരി. അപ്പോ സിദ്ധാർത്ഥ് ഉടനെ അവിടെ നിന്നും പോയി. അവൻ അങ്ങനെ പറഞ്ഞിട്ട് പോയപ്പോൾ നീലിമയ്ക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. സിദ്ധാർത്ഥ് തന്നോടുള്ള ദേഷ്യത്തിലാണോ അങ്ങനെ പറഞ്ഞതെന്ന് അവൾ ചിന്തിച്ചു. അശ്വിൻ അവൾക്കരികിലിരുന്നു ഒരു കാർട്ടൂൺ മാസിക വായിക്കുകയായിരുന്നു. നീലിമ സിദ്ധാർത്ഥിനെ കുറിച്ച് തന്നെ ചിന്തിച്ചു. നാണക്കേടായി പോയി അച്ഛ, അഞ്ജലി പറഞ്ഞു. അഞ്ജലി വാസുദേവനോട് പറഞ്ഞു. ഞാനെന്ത് ചെയ്യാനാ മോളെ? ആ ഒരുമ്പട്ടവള് കൃത്യസമയത്ത് പോലീസിനെ വിളിച്ചില്ലേ? അയാൾ ചോദിച്ചു. എന്റെ മനുഷ്യ, നിങ്ങൾക്ക് പോലീസിന് എത്ര പേടിയാണോ? നിങ്ങൾക്ക് അതിനു വലിയ പോലീസിനെ അറിയാമെന്ന് പറയാമായിരുന്നു, സത്യഭാമ പറഞ്ഞു. എന്റെ ഭാമയെ, ആ സദാശിവനാണ് വന്നത്. അയാൾക്ക് പണ്ടേ ഞാനുമായി അടുപ്പം പോരാ. അങ്ങനെയുള്ളപ്പോ പിന്നെയും അവിടെ നിന്ന് കേസാവുന്നത് വരെ കാത്തിരിക്കണമായിരുന്നോ? വാസുദേവൻ ചോദിച്ചു. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, നിങ്ങൾക്ക് അത് എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്യാമായിരുന്നു. ആ പെണ്ണിനെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ സമ്മതിച്ചാ പിന്നെ എവിടെ പോയി തപ്പും? സത്യഭാമ ചോദിച്ചു. അവൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നില്ല, നാളെയാണെങ്കിലും നമുക്ക് പൊക്കാം, വാസുദേവൻ പറഞ്ഞു. എന്റെ പൊന്നച്ച, അവൾ പഠിച്ച കള്ളിയാണ്. ഇന്ന് രാത്രി തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവൾ നോക്കും. അങ്ങനെ രക്ഷപ്പെട്ടാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കിയേ. ആ സുധാകരൻ കിളവൻ നമ്മളെ ബാക്കി വെക്കുന്നു തോന്നുന്നുണ്ടോ? അഞ്ജലി ചോദിച്ചു. ശരിയാ, മര്യാദക്കിരുന്ന അയാളെ നിങ്ങൾ ഒറ്റൊരുത്തന് ആവശ്യമില്ലാത്ത നീലിമയുടെ കാര്യം പിന്നെ മോഹിപ്പിച്ചത്, സത്യഭാമ പറഞ്ഞു. ഷടാ, ഞാനതിന് അവളെ കൂട്ടിക്കൊണ്ടുവരാൻ ചെന്നതല്ലേ,
അവള് വരാത്തത് നിന്റെയൊക്കെ പിടിപ്പുകളുണ്ടാ. അവൾക്ക് സംശയം തോന്നാത്ത രീതിക്ക് സ്നേഹം അഭിനയിക്കുകയെങ്കിലും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? വാസുദേവൻ ചോദിച്ചു. ഹാ, ഇനിയിപ്പോ അത് പറഞ്ഞാൽ മതി. സത്യഭാമ പറഞ്ഞു. അച്ഛൻ ആരെങ്കിലും അയച്ചിട്ട് അവളെ ഇങ്ങ് കൊണ്ടുവരാൻ പറ. അഞ്ജലി പറഞ്ഞു. പോലീസ് അവിടെ കാവലുണ്ടേല് ഇന്ന് പോയാൽ പിടിക്കപ്പെടും, വാസുദേവൻ പറഞ്ഞു. പിന്നെ പോലീസ് അവളെ പോലെ ഒരു പിച്ചക്കാരിക്ക് കാവല് നിൽക്കാൻ പോവല്ലേ? ഒന്ന് പോ അച്ഛാ, അഞ്ജലി പറഞ്ഞു. അവൾ ഇന്ന് കിട്ടിയില്ലേ പിന്നെ നോക്കണ്ട. അവളും ചെക്കനും വേറെ ഏതെങ്കിലും എയർപോർട്ട് വഴി നാട് കടക്കും. അതിനു മുമ്പ് തന്നെ അവള് വീട്ടിൽ വെച്ച് തന്നെ പൊക്കണം, അഞ്ജലി പറഞ്ഞു. ഹാ, എന്തെങ്കിലും ചെയ്യാം, വാസുദേവൻ പറഞ്ഞു. സിദ്ധാർത്ഥ് വളരെ അസ്വസ്ഥനായിരുന്നു. അവന് നീലിമ വിവാഹത്തിന് താല്പര്യം കാണിക്കാത്തതിൽ എന്തുകൊണ്ടോ ചെറിയ വിഷമം തോന്നി. പക്ഷേ അവളുടെ വശം ചിന്തിച്ചപ്പോൾ നീലിമ ചെയ്തത് തന്നെയാണ് ശരിയെന്നും അവന് തോന്നി. എന്തായാലും ഉടനെ ഒന്നും തനിക്ക് മറ്റൊരു വിവാഹം ഉണ്ടാവില്ല. നീലിമയോട് സഹായിക്കണമെന്നോ മറ്റോ തോന്നിയത് കൊണ്ടാണോ അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കാൻ തോന്നിയത്? സിദ്ധാർത്ഥ് അങ്ങനെ ചിന്തിച്ചിരിക്കെ ഇതാ മുറിയിലേക്ക് വന്നു. എന്താ സിദ്ധു, എന്തു പറ്റി? നടന്ന കാര്യങ്ങൾ പറയാൻ സിദ്ധാർത്ഥിന്റെ ദുരഭിമാനം അവന് സമ്മതിച്ചില്ല. ഏയ് ഒന്നുമില്ല, ബിസിനസിന്റെ ഓരോ ടെൻഷൻ, സിദ്ധാർത്ഥ് അലസമായി പറഞ്ഞു. നീ ഇങ്ങനെ ബിസിനസ് ബിസിനസ് എന്ന് പറഞ്ഞു നടക്കുന്നത് കൊണ്ടായി നിനക്ക്. മോനെ, ഇനിയെങ്കിലും നീ ഒരു കല്യാണം കഴിക്ക്, കുടുംബമായി ജീവിക്ക്, ഗീത പറഞ്ഞു. അമ്മ ഒന്ന് പോകുന്നുണ്ടോ? തല പെരുക്കുന്നു, സിദ്ധാർത്ഥ് നിയന്ത്രണം വിട്ടു പറഞ്ഞു. ഗീതയുടെ മുഖം അത് കേട്ട് വാടി. അത് കണ്ടപ്പോൾ സിദ്ധാർത്ഥിന് വിഷമം തോന്നി. അമ്മേ, ഞാൻ കല്യാണം കഴിച്ചോളാം, സമയാവട്ടെ, സിദ്ധാർത്ഥ് പറഞ്ഞു. ഇനി എപ്പോ സമയാവുന്നത്? ആയിട്ടില്ല, ആവുമ്പോ ഞാൻ പറഞ്ഞോളാം. നീ പറയുമ്പോഴേക്കും ഞാനിപ്പോ ഉണ്ടാവാവോ? ഗീത അതും പറഞ്ഞിട്ട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഈ ഇടയായി അമ്മ വീണ്ടും വീണ്ടും വിവാഹകാര്യം പറയുന്നുണ്ട്. അത് മറികടക്കാൻ അവൻ കണ്ട മാർഗം നീലിമയായിരുന്നു. സിദ്ധാർത്ഥ് ഇനി എന്ത് ചെയ്യുമെന്നോർത്ത് കുഴങ്ങി. നീലിമ മുറിയിൽ അശ്വിനൊപ്പം കിടന്നു. സമയം 10 മണി കഴിഞ്ഞിരിക്കുന്നു. അവൾക്ക് ഉറക്കം വന്നില്ല. ആദ്യം പറഞ്ഞതും അച്ഛൻ പറഞ്ഞതുമായ സകല കാര്യങ്ങളും ഓർത്തപ്പോൾ നീലിമയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അശ്വിൻ കാണാതെ കണ്ണു തുളച്ചു. അപ്പോൾ അശ്വിൻ കുറച്ചു മുമ്പ് നടന്ന കാര്യങ്ങൾ ഓർക്കുകയായിരുന്നു. അമ്മയ്ക്ക് വല്ലാത്ത വിഷമമായിട്ടുണ്ടെന്ന് അവൻക്കറിയാം. പക്ഷെ അച്ഛൻ അമ്മയെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് സമ്മതം പറയാതിരുന്നതെന്ന് മാത്രം അവന് മനസ്സിലായില്ല. അമ്മയോട് അതിനെക്കുറിച്ച് ചോദിക്കാൻ വയ്യ. അച്ഛോ, സമയം കുറേയായി, ഉറങ്ങാൻ നോക്കുമോനെ, നീലിമ അവന് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മ, ഗ്രാൻഡ്പ പിന്നെയും വരുമോ? അശ്വിൻ പേടിയോടെ ചോദിച്ചു. അവന്റെ ഭയന്ന മുഖം കണ്ടപ്പോൾ നീലിമയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഞാൻ പേടിക്കണ്ട, ഇനി ആരും ഇവിടേക്ക് വരില്ല. വന്നാ അവര് പോലീസ് പിടിക്കില്ലേ? നീലിമ കുഞ്ഞിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. വന്നാ ഞാൻ എന്റെ ഡാഡിയെ വിളിക്കും, അശ്വിൻ പറഞ്ഞു. ഇത്തവണ നീലിമ അവനെ വിലക്കിയില്ല. അശ്വിന് ഡാഡി അവന്റെ കൂടെയുള്ള ധൈര്യമുണ്ട്. അതില്ലാതെയാക്കാൻ അവൾ ആഗ്രഹിച്ചില്ല. അശ്വിൻ കൂടുതൽ അമ്മയോട് ചേർന്ന് കിടന്നു. സമയം കടന്നുപോയി. നീലിമ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. സിദ്ധാർത്ഥ് ഇനി തന്നെയും മകനും രക്ഷിക്കാൻ വരില്ലെന്ന് അവൾക്ക് തോന്നി. അദ്ദേഹത്തിന് നല്ല വിഷമം തോന്നിക്കാണും. പക്ഷേ അതിനു മാത്രം ഞാൻ എന്ത് പറഞ്ഞു? നീലിമ സ്വയം ചോദിച്ചു. അപ്പോഴാണ് വീടിന് പുറത്ത് എന്തോ ശബ്ദം അവൾ കേൾക്കുന്നത്. നീലിമ ഉടനെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. ആ ഭാഗത്ത് അധികം വീടുകളില്ല. പല കള്ളനും മറ്റും കയറിയാൽ ആരും അറിയില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് നീലിമയ്ക്ക് ഭയം തോന്നി. അവൾ ജനലിന്റെ അരികിൽ നിന്ന് പുറത്തേക്ക് നോക്കി. അപ്പോൾ ആരോ വാതിൽ തള്ളി തുറക്കാൻ ശ്രമിക്കുന്നതായി അവൾ കണ്ടു. ഭയന്നു പോയ നീലിമ അശ്വിനെ എടുത്ത് മാറോട് ചേർത്തു. എന്നിട്ട് ചോദിച്ചു, ആരവിടെ? ഭയത്തിൽ ശബ്ദം ഇടറിയിരുന്നു. അപ്പോൾ പുറത്താരോ അടക്കം പറയുന്നത് അവൾ വ്യക്തമായി കേട്ടു. അച്ഛാ, അകത്തുണ്ട്, അഞ്ജലിയുടെ ശബ്ദം. അഞ്ജലിയാണ് പുറത്തുനിന്ന്. അതോടെ അവൾക്ക് മനസ്സിലായി. അവൾ അശ്വിനെ മുറിയിൽ കൊണ്ടിരുത്തി. എന്നിട്ട് ഒരു കത്തിയെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് വാതിൽ തുറന്നു. നീലിമ പുറത്തേക്ക് വന്നത് കണ്ട അഞ്ജലി വാതിൽ ചവിട്ടുന്നത് നിർത്തി മാറി നിന്നു. എന്താണ് നിന്റെ പ്രശ്നം? നീലിമ കത്തി ഉയർത്തി കാട്ടി ചോദിച്ചു. ചോദ്യം കേട്ട അഞ്ജലി ഭയന്ന് പിറകോട്ട് മാറി. അപ്പോഴാണ് നീലിമ മറ്റുള്ളവരെ കാണുന്നത്. വാസുദേവനും അയാളുടെ ബോഡിഗാർഡുമെല്ലാം അഞ്ജലിക്കൊപ്പം ഉണ്ടായിരുന്നു. അവരെ കണ്ട ഭയന്ന് നീലിമ പിറകിലേക്ക് മാറി വാതിലടക്കാൻ ശ്രമിച്ചു. അത് കണ്ട അഞ്ജലി വിജയഭാവത്തിൽ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ചേച്ചി ബലം പിടിക്കണ്ട, ഞങ്ങൾ നിന്നെയും കൊണ്ടേ പോകും. നീലിമയെ നോക്കി അഞ്ജലി അത് പറയുന്നത് കേട്ടപ്പോൾ അശ്വിൻ മൊബൈൽ ഫോൺ തിരയാൻ അകത്തേക്ക് പോയി. അവൻ അത് കൈക്കലാക്കും മുമ്പേ വാസുദേവൻ മൊബൈൽ തട്ടിപ്പറിച്ചു. ഞാൻ എന്റെ ഡാഡിയോട് പറയും, അശ്വിൻ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഈ ചക്കനെ വണ്ടി പിടിച്ച് കയറ്റ്. വാസുദേവൻ പറഞ്ഞത് കേട്ട നീലിമ പേടിയോടെ അശ്വിനെ നോക്കി. ഞങ്ങളെ വെറുതെ വിട്ടേക്ക് പ്ലീസ്. നീലിമ കരഞ്ഞു. വിടാം, പക്ഷെ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, അത് നടക്കണം. അത് കഴിഞ്ഞിട്ട് വിട്ടേക്കാം, വാസുദേവൻ പറഞ്ഞു. നീലിമ അയാളെ വെറുപ്പോടെ നോക്കി. സുധാകരനും നീയുമായുള്ള രജിസ്റ്റർ മാരേജ് നാളെ നടക്കും. അതിന് നീ സമ്മതിക്കും. ഇല്ലെങ്കിൽ നീയും നിന്റെ മോനും ജീവനോടെ കാണില്ല. അറിയാലോ എന്ന് വാസുദേവൻ പറഞ്ഞു. നീലിമയ്ക്ക് എല്ലാവരെയും കുത്തിക്കൊല്ലാൻ തോന്നി. പക്ഷെ അതിനിടയിൽ അഞ്ജലി കത്തി പിടിച്ചു വാങ്ങിയിരുന്നു. ബോഡിഗാർഡ് നീലിമയെ പിടിച്ചു കെട്ടി കൈകൾ ബന്ധിച്ചു. ഫോൺ അടക്കം എല്ലാം അവരുടെ കൈവശമായിരിക്കുന്നു. നീലിമ കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് തളർന്നിരുന്നു. അത് കണ്ട അഞ്ജലിക്ക് സന്തോഷം തോന്നി. എന്തേ, നിന്റെ പാശം മുഴുവൊക്കെ തീർന്നോ? വാസുദേവൻ ചോദിച്ചു. നീലിമ അതിന് മറുപടി പറയാതെ അയാളെ നോക്കി പല്ലിറുക്കി.
മുറിയിൽ അശ്വിൻ അമ്മയെ വിളിച്ച് കരയുന്നുണ്ടായിരുന്നു. എന്റെ കുഞ്ഞിനെ വെറുതെ വിട്, ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം, നീലിമ പറഞ്ഞു. അവൾ അത് കീഴടങ്ങാൻ വേണ്ടി പറഞ്ഞതായിരുന്നില്ല. ഇനി എതിർത്ത് നിന്നാൽ അശ്വിനെ അവർ എന്തെങ്കിലും ചെയ്യുമെന്ന് അവൾ ഭയന്നു. തൽക്കാലം വിവാഹത്തിന് സമ്മതിക്കാമെന്ന പോലെ അഭിനയിക്കാമെന്ന് അവൾ തീരുമാനിച്ചു. നീലിമ സമ്മതിച്ചത് കേട്ട വാസുദേവൻ അഞ്ജലിയെ നോക്കി സന്തോഷത്തോടെ ചിരിച്ചു. അങ്ങനെ വഴിക്ക് വാ, വാസുദേവൻ പറഞ്ഞു. അവരെ വിട്ടേക്കണോ? അയാൾ ബോഡി ഗാർഡിനെ നോക്കി പറഞ്ഞു. അശ്വിൻ അമ്മയുടെ അടുത്തേക്ക് ഓടി വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു. അമ്മ, പോട്ടെ, മോൻ പേടിക്കണ്ട, അമ്മയുണ്ടല്ലോ മോന്റെ കൂടെ. നീലിമ അവനെ സമാധാനിപ്പിച്ചു. അപ്പോഴെല്ലാം അവളുടെ മനസ്സ് നീറുന്നുണ്ടായിരുന്നു. കരച്ചിലൊക്കെ പിന്നെ സമയല്ല, വാ ഇറങ്ങു, അഞ്ജലി പറഞ്ഞു. എങ്ങോട്ട്? നീലിമ ചോദിച്ചു. എങ്ങോട്ടെന്നോ? നാളെ ചേച്ചിയുടെ മാരേജ് അല്ലേ, ഒരുപാട് ഒരുക്കങ്ങളുള്ളതാ, വാ പോവാം. അഞ്ജലി പറഞ്ഞത് കേട്ട് നീലിമ ആകെ വല്ലാതെയായി. ഒന്ന് രക്ഷപ്പെടാൻ അവൾ ഒരു കള്ളം പറഞ്ഞതാണ്. നീലിമ എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ നിന്നു. വന്ന് വണ്ടി കയറിക്കോ, വാസുദേവൻ പറഞ്ഞു. നീലിമ സ്തംഭിച്ചു നിന്നു. ഉടനെ അവൾക്കൊരു ബുദ്ധി തോന്നി. നാളെയല്ലേ കല്യാണം, ഇന്ന് തന്നെ പോകുന്നത് എന്തിനാ? ഞാൻ രാവിലെ വരാം, നീലിമ പറഞ്ഞു. ആ ഐഡിയ അങ്ങ് മനസ്സിൽ വെച്ചാ മതി, അഞ്ജലി പറഞ്ഞു. നീലിമ അവളോടുള്ള അരിശം പുറത്ത് കാണിക്കാതെ പറഞ്ഞു. അതല്ല അഞ്ജലി, എനിക്ക് ഒരുങ്ങാനുള്ള സൗകര്യം ഇവിടെയാണ്. സോ അതാ ഞാൻ പറയുന്നേ, നിങ്ങൾ പൊക്കോ, ഞങ്ങൾ രാവിലെ വരാം. നീലിമ പറഞ്ഞത് കേട്ട് വാസുദേവൻ വാച്ചിലേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു. അഞ്ജലി, അവൾ ഇവിടെ നിന്ന് തന്നെ റെഡി ആവട്ടെ. ഇവളെ ഒരുക്കാൻ വേണ്ട ഏർപ്പാട് ചെയ്യും, സമയം കുറവാണ്, നേരം പുലരാറായി. വാസുദേവൻ പറഞ്ഞു. ശരി അച്ഛാ, എന്തായാലും വൈകിയില്ലേ, നമുക്ക് രാവിലെ ഒരുക്കം കഴിഞ്ഞു ചേച്ചിയും കൂട്ടി തന്നെ പോവാം, അഞ്ജലി പറഞ്ഞു. അത് കേട്ട് നീലിമ ആകെ സ്തംഭിച്ചു പോയി. തനിക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലെന്ന് അതോടെ അവൾക്ക് മനസ്സിലായി. അവൾ നിസ്സഹായതയിൽ അശ്വിനെ നോക്കി. അശ്വിൻ അപ്പോഴും കരച്ചു നിർത്തിയിരുന്നു.